മോർണിംഗ് ഓൾ ബേസിക് ഇലക്ട്രിക്കലിൻ്റെ അടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ന്റെ അനാലിസിസ് ആണ് ത്രൂ ഡിഫറെൻറ്റ് സർക്യൂട്ട്സ്. ഒരു സീരീസ് സർക്യൂട്ട്, ഡിഫറെൻറ്റ് സീരീസ് സർക്യൂട്ടിൽ ന്റെ അനാലിസിസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റെസിസ്റ്റൻസ് അലോൺ ആയിരിക്കാം, കപ്പാസിറ്റൻസ് അലോൺ, ഇൻഡക്ടർ അലോൺ, അല്ലെങ്കിൽ കോമ്പിനേഷൻ RL സീരീസ്, RC, RLC ഇങ്ങനത്തെ കോമ്പിനേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് പാരലൽ സർക്യൂട്ടിൻ്റെ അനാലിസിസ് ഇല്ല. അപ്പോൾ നോക്കാം. ആദ്യം ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് AC ത്രൂ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടാണ്. പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ആ സർക്യൂട്ടിൽ വേറൊരു എലമെന്റും കാണൂല, റെസിസ്റ്റൻസ് മാത്രമേ കാണുള്ളൂ. അവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് V = Vm sin ωt എങ്കിൽ ഈ സർക്യൂട്ട് കൂടെയുള്ള കറണ്ട് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് നമ്മളെ ടാസ്ക്. ഇത് റെസിസ്റ്റൻസ് ആണ്. ഇൻഡക്ടർ ഒറ്റയ്ക്കാണെങ്കിൽ ഇവിടെ L ആയിരിക്കും, കപ്പാസിറ്റൻസ് ഒറ്റയ്ക്കാണെങ്കിൽ ഇവിടെ സർക്യൂട്ട് ഇതിൽ കമ്പോണന്റ് C ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ RL ആണെങ്കിൽ R-ഉം L-ഉം കാണും, RC ആണെങ്കിൽ R-ഉം C-യും കാണും, RLC ആണ് R-ഉം L-ഉം C-യും കാണും. അത് നമ്മൾ ഓരോ ക്ലാസ് ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടാണ് എടുക്കുന്നത്. പിന്നെ നിങ്ങൾ AC-യിൽ ഏറ്റവും അധികം ഓർക്കേണ്ട കാര്യം I = V/Z ആണ്, V/R അല്ല. സാധാരണ നമ്മൾ DC-യിൽ നമ്മൾ പറയാം I = V/R ആണല്ലോ ഓംസ് ലോ. പക്ഷെ AC വരുമ്പോഴത്തിന് V/Z ആണ്. Z is the impedance. ഇപ്പൊ ഈ സർക്യൂട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഇമ്പിഡൻസ് പറഞ്ഞാൽ Z = R മാത്രമാണ്. കാരണം ഈ സർക്യൂട്ടിൽ വേറെ ഒരു എലമെന്റും ഇല്ല, R മാത്രമാണ്. സോ ഇമ്പിഡൻസ് ഇസ് R. അപ്പൊ ഞാനിവിടെ എഴുതാണ് I = ഇത് ശരിക്കും ജനറലി I = V/Z ആണ്. ഇവിടെ Z R ആയതിനെ കാരണം I = V/R. അപ്പൊ V എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണ്? Vm sin ωt. സോ ഇറ്റ് ഈസ് Vm sin ωt /R. ഇനി നമുക്കറിയാം ഇത് V/R എന്ന് പറയുന്നത് കറണ്ട് ആണ്. സോ ഇറ്റ് ഈസ് Im sin ωt. അപ്പോൾ വേറെ Im = Vm/R ആണ് Im. സോ Im sin ωt ആണ് കറണ്ടിന്റെ ഇക്വേഷൻ. അപ്പോൾ ഒരു റെസിസ്റ്റീവ് സർക്യൂട്ടിൽ നമുക്ക് കിട്ടി വെൻ വോൾട്ടേജ് ഇസ് Vm sin ωt, കറണ്ട് എന്താണ്? Im sin ωt. ഇതിന്റെ ഇൻഫറൻസ് എന്താ? വോൾട്ടേജും കറണ്ടും സെയിം ഫേസിലാണ്, രണ്ടും sin ωt ആണ്. sin ωt +5 sin ωt -5 ഒന്നും വരാത്ത സ്ഥിതിക്ക് വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആണ്. പിന്നെ നിങ്ങൾക്കറിയാം വോൾട്ടേജിനേക്കാളും കുറവായിരിക്കും എപ്പോഴും കറണ്ട്. കാര്യം കറണ്ട് = ആ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇത് വോൾട്ടേജ്, ഇത് കറണ്ട്, ബോത്ത് ആർ ഇൻ ഫേസ്. ഇത്രയാണ് നമ്മളവിടെ പഠിക്കേണ്ടത്. പിന്നെ അതിലെ ഒരു പവർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റും കൂടി നമ്മൾ പഠിക്കാനുണ്ട്. പവർ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഇൻസ്റ്റന്റിലുള്ള പവർ എന്ന് പറഞ്ഞാൽ ആ ഇൻസ്റ്റന്റിലുള്ള വോൾട്ടേജ് ഇൻറ്റു ആ ഇൻസ്റ്റന്റിലുള്ള കറണ്ട്. അപ്പോൾ P ഇൻസ്റ്റന്റേനിയസ് പവർ = V × I. സ്മോൾ v എന്ന് പറഞ്ഞാൽ Vm sin ωt. I എന്ന് പറഞ്ഞാൽ റെസിസ്റ്റീവ് സർക്യൂട്ടിന്റെ കേസിൽ ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു I എന്ന് പറഞ്ഞാൽ Im sin ωt. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ Vm Im sin² ωt. അപ്പോൾ Vm Im sin² ωt എനിക്കറിയാം 1 - cos 2 ωt/2 എന്ന് എഴുതാം. അപ്പോൾ ഞാൻ അതുപോലെ എഴുതി. അപ്പോൾ Vm Im/2 sin² ωt ഈ 2 ഇതിന്റെ /2 ആണ്. പിന്നെ ബാക്കി 1 - cos 2 ωt. ഇനി ടോട്ടൽ ആവറേജ് പവർ കിട്ടണമെങ്കിൽ നമുക്കറിയാലോ ആവറേജ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? 1/T ∫ 0 to T ആ വാല്യൂ P dt. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ പവർ ആണ്, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് പവർ. അപ്പോൾ ഇത് പവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഫുൾ സൈക്കിളിൽ 0 ആയിരിക്കില്ല. കാര്യം ഇവിടെ അത് അതിൻ്റെ എക്സ്പ്ലനേഷൻ എനിക്ക് നേരത്തെ ഇനി കുറച്ച് ഫിഗർ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 1/2π നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പവർ എന്താ, നമ്മളിത് AC അല്ലേ, സൈൻ വേവ് അല്ലേ, അതെന്താണ് അപ്പോൾ ഫുൾ സൈക്കിൾ എടുക്കുന്നത്? പവറാണ്. പവർ ഒരിക്കലും സിമെട്രിക്കൽ അബൌട്ട് ദ ആക്സിസ് അല്ല. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് ചെയ്യാം 1/2π 0 to 2π Vm Im/2 1 - cos 2 ωt. ഇനി ഇതിന് Vm Im/2ന്റെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അവിടെ നമുക്ക് dωt എന്ന് കിട്ടും. പിന്നെ അടുത്തത് cos 2 ωt എന്നാണ്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ടേം അല്ലേ, ഇത് പൾസേറ്റിംഗ് ആണല്ലോ. കോസൈൻ വേവ് എന്ന് പറഞ്ഞാൽ പൾസേറ്റിംഗ് ആണ്. അത് 0 to 2π നിങ്ങൾ എങ്ങനെ എടുത്താലും ആ ടേം 0 ആയിരിക്കും. അപ്പോൾ അതാണ് പറഞ്ഞത് സെക്കൻഡ് ടേം ഇൻ ദ ഇക്വേഷൻ വിച്ച് കണ്ടെയ്ൻസ് cos 2 ωt. കോസ് വേവ് നിങ്ങൾ കണ്ടിട്ടില്ലേ? സൈൻ ഇങ്ങനെയാണെങ്കിൽ കോസ് വേവ് തിരിഞ്ഞാണ്. അപ്പോൾ 0 to 2π അതിനെ ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ്. അപ്പോൾ ആ ടേം ഇല്ല, 0 ആണ്. അപ്പോൾ നമ്മൾ ഈ ടേം മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഇതെന്താവും 1/2π Vm Im/2 പുറത്തെടുത്തു. ഇവിടെ തീറ്റയാണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് തീറ്റ വരും. അതിൽ അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ 2π. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 2πയും വെട്ടിപ്പോയ Vm Im/2 അല്ലെങ്കിൽ Vm Im / 2നെ √2 × √2 ചെയ്യാം. Vm/√2 ആണ് VRMS, Im/√2 ആണ് IRMS. അപ്പോൾ ആവറേജ് പവർ ത്രൂ ആൻ R സർക്യൂട്ട്
അതായത് വെൻ എ സി സപ്ലൈ ടു എ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ആവറേജ് പവർ ഇസ് VRMS ഇൻറ്റു IRMS എന്നാണ് കിട്ടുന്നത്. ഹെൻസ് ആവറേജ് പവർ കൺസ്യൂംഡ് ബൈ എ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ഇസ് നെവർ സീറോ അല്ലല്ലോ. എത്രയാണത് വരുന്നത്? വിറ്റ് ഈസ് VRMS ഇൻറ്റു IRMS. ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു എന്താണ് ഞാൻ പവർ 0 to 2π എടുത്തത്. നോക്കിയേ, വോൾട്ടേജ് ഇത് അല്ലേ, കറണ്ട് സെയിം ഫേസിലാണ്. വോൾട്ടേജിനെക്കാളും ചെറുതായിരിക്കും കറണ്ട്, പക്ഷെ രണ്ടും ഒരേ ഫേസിലാണ് പോണത്. വോൾട്ടേജ് എങ്ങനെ പോകണം അതുപോലെ കറണ്ട് പോകണം. ഇനി പവർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് അല്ലേ. അപ്പോൾ ഇത് പോസിറ്റീവ് ഇത് പോസിറ്റീവ്, അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? കറണ്ട് ഇവിടെ നെഗറ്റീവ് ഇവിടെ നെഗറ്റീവ്, അപ്പോൾ എഗെയിൻ ഇത് അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതെന്താണ്? പവർ ഒരിക്കലും ടോട്ടൽ ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജിന്റെ കറണ്ടിന്റെ വേവ് ഫോം പോലെ അല്ലല്ലോ. വോൾട്ടേജിന് ഞാൻ ഫുള്ള് 2π വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്താൽ 0 കിട്ടും ആവറേജ് പവർ, കറണ്ടിന് ചെയ്താൽ 0 കിട്ടും. പക്ഷെ പവർ ഒരിക്കലും 0 അല്ല. അതിന്റെ വാല്യൂ എത്ര ഞാൻ പറഞ്ഞത്? VmIm/2 അല്ലെങ്കിൽ ഇറ്റ് ഈസ് VRMS ഇൻറ്റു IRMS. ഇതേ പ്രൊസീജിയറാണ് നമ്മളിനി ഇൻഡക്ടർ കപ്പാസിറ്റർ ഒക്കെ ചെയ്യുക. അപ്പം ആദ്യം റെസിസ്റ്റൻസിൻ്റെത് കഴിഞ്ഞു കേട്ടോ.